Hi my dear and dear students, എൻ്റെ എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. Obviously, as you all know, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് it is a very important topic from the first chapter. അല്ലേ, ആദ്യത്തെ ചാപ്റ്റർ ആയ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. വളരെ കുട്ടി ടോപ്പിക്കാണ്, മാത്രമല്ല സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക്കാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ വെരി റെലവെന്റ് ടോപ്പിക് ബിക്കോസ് നിങ്ങൾക്ക് ഓണപരീക്ഷ ആവട്ടെ, ക്രിസ്മസ് എക്സാം ആവട്ടെ, ആനുവൽ എക്സാം ആവട്ടെ, അവിടെയെല്ലാം ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ വാട്ട് ഇസ് ദ ടോപ്പിക്? ഇറ്റ് ഇസ് അബൌട്ട് ഡിഫ്യൂഷൻ, വ്യാപനം. ഇപ്പൊ ചില ആളുകളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും, യെസ് ഈ ഡിഫ്യൂഷൻ ഞാൻ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ചെറിയ ക്ലാസ്സിലോ ഫിസിക്സിലോ ചെറിയ ക്ലാസ്സിലോ ഇവിടേക്കോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ചില ആളുകളുടെ മനസ്സിൽ ഇപ്പൊ എക്സാമ്പിൾസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അതേപോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സോളിഡ്സിന് ഡിഫ്യൂഷൻ നടക്കുന്നുണ്ടോ, ലിക്വിഡ്സിനകത്ത് എങ്ങനെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്? ഇപ്പം ചില ആളുകളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം ഞാൻ പറയാം, എന്തോന്നാ ഈ ഡിഫ്യൂഷൻ, ഈ വ്യാപനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡോണ്ട് വറി, വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്താണെന്നും അവരുടെ ഡെഫിനിഷൻ എന്താണെന്നും അവരുടെ എക്സാമ്പിൾസിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഓൾസോ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് ബിരിയാണി എന്ന് പറയുന്നത് അല്ലേ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? വാട്ട് ഡു യു ഫീൽ? നിങ്ങൾക്ക് വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നുണ വരുന്നുണ്ടോ? ഈ ചിക്കൻ പീസ് കാണുമ്പോൾ എടുത്ത് ഇങ്ങനെ കടിച്ച് കീറി കഴിക്കാൻ ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ്, ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. ഫുഡ് ഐറ്റംസ് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഫുഡ് ഐറ്റംസിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റമാണ് ബിരിയാണി. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾ തുറന്നു അല്ലെ, പുതിയ ക്ലാസ്സസ് കിട്ടി, നിങ്ങൾക്ക് പുതിയ ബെഞ്ചും ഡെസ്കും. സംഭവം പഴയ ബെഞ്ചും ഡെസ്കും ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പുതിയ ബെഞ്ചും ഡെസ്കും കിട്ടിയല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും, പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ. നിങ്ങളിപ്പം നിങ്ങളുടെ ആ ഒരു പീരീഡ് നിങ്ങളിപ്പോ എൻജോയ് ചെയ്യായിരിക്കും, നിങ്ങളുടെ ആ ഒരു സ്കൂൾ വൈബിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ഈ ലഞ്ച് ബ്രേക്ക് സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാറുണ്ട് അല്ലേ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ക്ലാസ് റൂമിൽ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ മൂലയ്ക്ക് ഇരുന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ടിഫിൻ തുറക്കുകയാണെങ്കിൽ ബിരിയാണിയെ കൊണ്ടുവന്നത്, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ ബിരിയാണി മുഴുവൻ കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. റീസൺ എന്താണ്? ബിക്കോസ് ഈ ബിരിയാണിയുടെ പാത്രം തുറക്കുമ്പോഴത്തേക്ക് ആ ബിരിയാണിയുടെ സ്മെല്ല് നമ്മുടെ ഓരോരുത്തരുടെ മൂക്കിലേക്കും എത്തും അല്ലെ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ബെഞ്ചിലാണെങ്കിലും ഈവൻ നമ്മൾ ക്ലാസ് റൂമിന്റെ ഡോറിന്റെ അവിടെ ആണെങ്കിലും ബിരിയാണിയുടെ സ്മെല്ല് നമുക്ക് സ്മെല്ല് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കും ആരാ ബിരിയാണി കൊണ്ടുവന്നത് അല്ലേ. ഷെയർ ചെയ്ത് കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ ബിരിയാണിയുടെ സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് എത്താൻ കാരണം? യെസ്, നമ്മുടെ ടോപ്പിക്കാണ് റീസൺ. ഡിഫ്യൂഷൻ ആണ് കാരണം, വ്യാപനമാണ് കാരണം അല്ലെ. ഈ ബിരിയാണിയുടെ സ്മെല്ല് ഓരോരുത്തരിലേക്കും എത്താൻ കാരണം ഈ ബിരിയാണിയുടെ സ്മെല്ല് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, നമ്മുടെ എയറിൽ ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്, വ്യാപിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പല ഭാഗങ്ങളിലേക്കും എത്തുന്നു അല്ലെ. അങ്ങനെയാണ് പല ഭാഗങ്ങളിൽ ഇരിക്കുന്നവരുടെ മൂക്കിന്റെ അടുത്തേക്ക് ഈ സ്മെല്ല് വരുന്നതും നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നതും നമ്മൾ ആ ബിരിയാണി പോയിട്ട് നമ്മൾ കഴിക്കുന്നതും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡിഫ്യൂഷൻ എന്താണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം അല്ലെ. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം, സോളിഡ്സിന്റെ അകത്ത്, ലിക്വിഡ്സിന്റെ അകത്ത്, ഗ്യാസിന്റെ അകത്ത് ഡിഫ്യൂഷൻ സംഭവിക്കുമോ? ഇതിപ്പോ എയറിലൂടെ, ഗ്യാസിലൂടെയാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഡിഫ്യൂഷൻ സംഭവിച്ചത്. ഈ പറയുന്ന നമ്മുടെ മാറ്ററിൽ നമ്മൾ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ടെന്ന് പഠിച്ചു. ഇതിൽ ഒക്കെ ഡിഫ്യൂഷൻ നടക്കൂ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം. ഡോണ്ട് വറി, ഓരോരോ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്യാസ് ആണ്. ഗ്യാസിന്റെ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താണ്? കണികകളുടെ പ്രത്യേകത എന്താണ്? യെസ്, ഭയങ്കര ഫ്രീ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിന്റെ അകത്ത് ഈ പാത്രത്തിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? യെസ്, അവര് എയറിന്റെ അകത്തേക്ക് മൂവ് ചെയ്യുന്നു അല്ലെ, ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് പറയാം, വ്യാപിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഈ എയറിന്റെ അകത്തേക്ക് ഈ തന്നിരിക്കുന്ന ബീക്കറിന്റെ അകത്തുള്ള എയറിലെ പാർട്ടിക്കിൾസ് അല്ലെ, ഗേഷ്യസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. യെസ്, ഇവിടെ ഒരാൾ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന കാണുന്നുണ്ട് അല്ലെ. അവിടെ എന്താ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഒരു ചന്ദനത്തിരി. ഇതാ ഇവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ആ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൂം മുഴുവൻ അതിന്റെ ഒരു സ്മെല്ലായിരിക്കും. ചിലപ്പോ നമ്മുടെ വീട്ടിൽ മുഴുവൻ എന്തായിരിക്കും? യെസ്, ഈ ചന്ദനത്തിരിന്റെ സ്മെല്ലായിരിക്കും അല്ലെ. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ചന്ദനത്തിരിന്റെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. അതെന്ത് ചെയ്യുന്നു? റൂമിലുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് ആ സ്മെല്ല് നമ്മളുടെ റൂമുകളിലും നമ്മുടെ വീടുകളിലും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു, നല്ല സ്പൈസി ആയിട്ടുള്ള എന്തൊരു ഫുഡും
കുക്ക് ചെയ്താൽ അതിന്റെ ഒരു സ്മെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഡിഫ്യൂഷൻ. ചിലപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കായിരിക്കും അല്ലേ, കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കായിരിക്കും. ആ സമയത്ത് ഇറക്കും അമ്മ എന്ത് ചെയ്യുന്നത്, കിച്ചണിൽ ചിലപ്പോൾ മീൻ പൊരിക്കുന്നത്. ആ മീൻ പൊരിക്കുന്ന സ്മെല്ല് കേട്ടാൽ എവിടുന്നാ എന്നറിയില്ല, നമുക്ക് ഭയങ്കര വിശപ്പ് വരാനുണ്ട് അല്ലേ. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഡിഫ്യൂഷൻ. വിശപ്പ് വരുന്നത് ഡിഫ്യൂഷൻ മൂലമല്ല, പക്ഷേ കിച്ചണിൽ നിന്ന് ആ സ്മെല്ല് നമ്മുടെ സ്റ്റഡി റൂമിൽ എത്താനുള്ള കാരണം എന്താണ്, ഡിഫ്യൂഷൻ ആണ്. അതേപോലെ നല്ല സ്പൈസി ഫുഡ് ഐറ്റംസ് ആവട്ടെ, ഇനി ബാഡ് സ്മെൽസ് അല്ലെ, നമ്മുടെ ഫുഡ് ചീഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എലി ചത്ത് കിടന്നാല്, എന്തെങ്കിലും ഒരു വസ്തു ചീഞ്ഞ് കിടന്നാല് നമ്മൾ പറയാറുണ്ടല്ലേ, എന്തോ ഒരു നാറ്റം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്, ഡിഫ്യൂഷൻ മൂലമാണ് ആ സ്മെല്ല് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡ് പാർട്ടിക്കിൾസ്, സ്പ്രേ. ഒരാൾ സ്പ്രേ അടിച്ചു പോയാൽ നമുക്കൊക്കെ ആ സ്മെല്ല് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും അല്ലേ. അതെന്തുകൊണ്ടാണ്, ബിക്കോസ് ഈ സ്പ്രേയുടെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എയറിന്റെ അകത്ത് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി കാണാം കേട്ടോ. വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, 2 ഗ്ലാസ്സിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ലിക്വിഡ് ആണ്. ഇവിടെ ഇരിക്കുന്ന വെള്ളവും എന്ത് തന്നെയാണ്, ലിക്വിഡ് ആണ് അല്ലെ. ലിക്വിഡ്സ് തമ്മിൽ ഡിഫ്യൂസ് ചെയ്യൂ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വെള്ളം എടുത്തു, അതിന്റെ അകത്തേക്ക് ഞാൻ ഡ്രോപ്സ് ആയിട്ട് എന്ത് ആഡ് ചെയ്യാൻ പോവാണ്, യെസ്, ഞാൻ ഇങ്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇങ്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, യെസ്, ആ ഇങ്ക് ആ വെള്ളത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പടരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ ആ ഇങ്ക് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്, വാട്ടറിന്റെ അകത്ത് ഡിഫ്യൂസ് ചെയ്യാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് നമുക്കിപ്പോ ചെയ്ത് നോക്കിയാലോ. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി വെള്ളം എടുക്കാം അല്ലെ. കുറച്ച് വെള്ളം എടുത്തിട്ട് എനിക്ക് വെള്ളം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വെള്ളം നന്നായിട്ട് എടുക്കുന്നു. ഓക്കെ, യെസ്, വെള്ളം എടുത്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ക് ആഡ് ചെയ്യണം അല്ലെ. ഇങ്കിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ 2 ഇങ്കുകൾ എടുത്തിട്ടുണ്ട്. യു ആർ ഹാവിംഗ് യെല്ലോ കളർ ഇങ്ക്. യെല്ലോ കളർ ഇങ്കും ഉണ്ട്, മെജന്ത കളർ ഇങ്കും ഉണ്ട്. വിച്ച് ഇങ്ക് യു പ്രിഫർ, നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം. യെല്ലോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞല്ലേ, അപ്പൊ നമുക്ക് യെല്ലോ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, പിങ്ക് കളർ എടുക്കാം അല്ലെ. യെസ്, പിങ്ക് കളർ ഇങ്ക് എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്ലാസ്സിലുള്ള വെള്ളത്തേക്ക് നമ്മൾ ഒറ്റിക്കാൻ നോക്കുകയാണേ. ഗൈസ്, ഇത് ഒറ്റുന്നില്ല, ഇതിനെന്തോ പറ്റിപ്പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, എങ്ങനെയായാലും നമുക്ക് എന്ത് മതി, യെസ്, നമ്മൾ 2 ലിക്വിഡ്സ് എടുത്തു, വാട്ടർ എടുത്തു. ഇത് ഇങ്ക് ആണ്. ഇങ്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. യെസ്, അവിടെ എന്താ സംഭവിക്കുന്നത് കാണുന്നുണ്ടോ, നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കിക്കേ. യെസ്, അവിടെ ഡിഫ്യൂഷൻ സംഭവിക്കുന്നു അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ ഇങ്ക് ആഡ് ചെയ്ത സമയത്ത് ഈ വെള്ളത്തിലേക്ക് എന്ത് ചെയ്തു, ഇങ്കിന്റെ പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ചെയ്യപ്പെട്ടു, വ്യാപിച്ചു എന്ന് നമുക്ക് പറയാം. ഇത്രയും സിമ്പിൾ ആണ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ഇങ്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ച് തീർക്കണം കേട്ടോ. ജസ്റ്റ് 2 ഡ്രോപ്സ് നിങ്ങൾ ഒട്ടിച്ചാൽ മതി, നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഡിഫ്യൂസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതേപോലെ വേറൊരു എക്സാമ്പിൾ, ഇവിടെ ഞാനൊരു ബോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്തേക്ക് ഞാൻ കുറച്ച് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. എന്താണ് ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, യെസ്, വയലറ്റ് കളർ ക്രിസ്റ്റൽസ് ആണ് അല്ലെ, നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽസ് ആണ്. ഞാൻ അത് ഇച്ചിരി പിഞ്ചെടുത്ത് ഞാൻ ആഡ് ചെയ്യാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്, യെസ്, അവിടെ ആ വെള്ളം മുഴുവൻ വയലറ്റ് കളറായിട്ട് മാറാണ് അല്ലെ. ഈ വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, എന്നാൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സോളിഡ് ആണ്. ആ സോളിഡ് വെള്ളത്തിന്റെ അകത്ത് ഇട്ടുന്ന സമയത്തും എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിഫ്യൂഷൻ സംഭവിക്കുന്നുണ്ട്, വ്യാപനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടു. ഇനി നമുക്ക് സോളിഡ്സിനകത്ത് ഡിഫ്യൂഷൻ നടക്കോ ഇല്ലയോ എന്ന് കണ്ടു നോക്കാം അല്ലെ. അപ്പൊ ചില ആളുകൾ പറയും, സോളിഡ്സിനകത്ത് എങ്ങനെയാ ഡിഫ്യൂസ് ചെയ്യുക, ബിക്കോസ് സോളിഡ് ഇറ്റ് ഈസ് റിജിഡ് അല്ലെ. അതിനകത്തുള്ള പാർട്ടിക്കിൾസിന് യെസ് ഫ്രീ ആയിട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല, അവർ നിന്ന സ്ഥലത്ത് തന്നെ വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ലിക്വിഡ്സിന്റെ കേസിലും ഗ്യാസിന്റെ കേസിലും ഡിഫ്യൂഷൻ നടക്കും, കാരണം പാർട്ടിക്കിൾസ് ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഡിഫ്യൂഷൻ സോളിഡ്സിനകത്തും എന്താണ്, പോസിബിൾ ആണ്, എന്നാൽ വളരെ ചെറിയ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ബ്ലാക്ക് ബോർഡിന്റെ അകത്ത് ഞാൻ നമ്മുടെ വൈറ്റ് ചോക്ക് വെച്ച് ഞാൻ അമർത്തി എഴുതി. ഓക്കെ, 1 മാസം നമ്മുടെ വെക്കേഷന്റെ മുന്നെയാണ് ഞാൻ എഴുതിയത്. വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളത് മായ്ക്കുന്നത് എന്ന് വിചാരിക്കുക. ഞാൻ എത്ര റബ്ബ് ചെയ്ത് മായ്ച്ചാലും എനിക്ക് എളുപ്പത്തിൽ മായ്ക്കാൻ പറ്റുമോ, ഇല്ല അല്ലെ. ആ എഴുതിയത് അവിടെ കുറച്ച് എന്താണ് പതിഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം ഈ ചോക്ക് പാർട്ടിക്കിൾസ് ഈ ബോർഡിന്റെ അകത്തേക്ക് എന്താണ് ചെറിയ രീതിയിൽ ഡിഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബ്ലാക്ക് ബോർഡിലുള്ളത് മായ്ക്കുമ്പോൾ യെസ് പെട്ടെന്ന് നമുക്ക് മായ്ക്കാൻ പറ്റാത്തത്. അവിടെ എന്ത് നടന്നു, ഡിഫ്യൂഷൻ നടന്നു. എന്നാൽ ലിക്വിഡ്സിൽ നടന്നതുപോലെയും ഗ്യാസിൽ നടന്നതുപോലെയും എന്ത് നടക്കില്ല, സോളിഡ്സിനകത്ത് നടക്കില്ല. ചെറിയ രീതിയിൽ മാത്രമേ ഡിഫ്യൂഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങളോട് പറഞ്ഞേ, ഏറ്റവും നന്നായിട്ട് ഡിഫ്യൂഷൻ നടക്കുന്നത് ഏതിലാണ്,
യെസ് ഗ്യാസിലാണ്. ബിക്കോസ് ദ ഗ്യാസ് പാർട്ടിക്കിൾസ് ക്യാൻ മൂവ് ഈസിലി അല്ലെ, നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെയധികമാണ്. ലിക്വിഡ്സിൽ യെസ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കുറവാണെങ്കിലും ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്. സോളിഡ്സിലാണ് ഏറ്റവും കുറവ് ഡിഫ്യൂഷൻ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിഫ്യൂഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ ഇസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? മിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് അല്ലെ. ഇപ്പൊ എയറിന്റെ അകത്ത് എയർ പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അകത്ത് ഇങ്ക് പാർട്ടിക്കിൾ മിക്സ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? ഡിഫ്യൂഷൻ ആണ് അല്ലെ. വ്യാപനം എന്ന് പറഞ്ഞാൽ ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് നമ്മൾ വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ പരീക്ഷക്ക് കൂടുതൽ ചോദിക്കാറ് ഡിഫ്യൂഷന്റെ എക്സാമ്പിൾസ് തന്നിട്ട് അത് എന്ത് ഫിനോമിനൻ ആണെന്ന് ചോദിക്കാറുണ്ട്, അത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ ഡെഫിനിഷനും പഠിച്ചു വെക്കുക, അതിന്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. എന്നാൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവരോടൊക്കെ എന്ത് ചെയ്യാൻ പറയുക, യെസ് ജോയിൻ ചെയ്യാൻ പറയുക, സൈലത്തിന്റെ ക്ലാസ്സുകൾ കാണാൻ പറയുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ബിക്കോസ് നിങ്ങൾ പുതിയ അക്കാഡമിക് ഇയറിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചു. ഈ ഒരു വർഷം, ഈ ഒരു അക്കാഡമിക് ഇയർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, നല്ല വണ്ടർഫുൾ ആയിട്ട്, നല്ല അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറാൻ സാധിക്കട്ടെ. നിങ്ങൾ വിചാരിച്ച ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. എല്ലാ എക്സാംസിനും നന്നായിട്ട് പഠിച്ച് എക്സാംസ് എഴുതി നല്ലൊരു മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി വെരി ബെസ്റ്റ്. അതേപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് നിങ്ങൾ കമന്റ് ചെയ്യാം. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട്, കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.